ഞാനിങ്ങനെ ജീവിക്കേണ്ട ഒരു പൂച്ചല്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇങ്ങനെ ആയിപ്പോയതാ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവന് ഇത്ര വലിയ സാഹചര്യം എന്ന്? ഞാനും മറ്റുള്ള പൂച്ചകളെ പോലെ തിന്നു ഉറങ്ങി സുഖമായി ജീവിച്ചിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സുഖമായി ജീവിച്ചിരുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരുത്തൻ ഉണ്ടായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് അവനെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവനെ കൊണ്ട് ഇതൊന്നും നടക്കുന്ന കേസില്ല. കുനിഞ്ഞൊരു അല്ലി എടുക്കാൻ വരെ പറ്റാത്ത ചെക്കന അവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. എന്നിട്ട് അവർ ലോണും എടുത്ത് ആ ചെക്കനെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വിട്ട്. ഒന്നുമില്ലെങ്കിൽ ആ തന്തപ്പടിയെങ്കിലും ആലോചിക്കണ്ട, ആ തന്തേൻ്റെ ബുദ്ധി ആ മോന് കിട്ടുള്ളൂ എന്ന്. അമ്മയ്ക്ക് പിന്നെ മോൻ രക്ഷപ്പെടണം എന്ന് വെച്ചിട്ട് അമ്മ അങ്ങനെ പലതും പറയും. അങ്ങനെ അവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അവൻ്റെ ബുക്കും കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഈ തിന്നു ഉറങ്ങി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ ഈ തിന്നിട്ട് ഉറങ്ങുന്നത് ഇവൻ്റെ ബുക്കിലായിരുന്നു. അങ്ങനെ ഇവൻ്റെ ബുക്കിൽ ഉറങ്ങി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അവസാനം എടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇത്ര നാളെന്നെ തീറ്റിപ്പോറ്റിയതല്ലേ, ഞാൻ പണിക്കിറങ്ങി. പണിക്ക് പോയി കിട്ടുന്ന വല്ല നക്കാപ്പിച്ചയും കൊണ്ട് ലോണും അടച്ച് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചുണ്ടാക്കി കഴിക്കും. അതാണ് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ.